ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസം നമ്മൾ മദീന വ്ളോഗ് ഇട്ടിട്ടുണ്ടായി കേട്ടോ. അതിൻ്റെ പാർട്ട് 2 ആയിട്ട് നമ്മളിതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. മുഴുവനായി കണ്ടു നോക്കി. ഈ കാണുന്നത് ഈന്തപ്പനത്തോട്ടം, ഈ ഒരു മസ്റദ് നമ്മളെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റേതാണ് കേട്ടോ. വീടും ഒരു കിണറൊക്കെ ഉണ്ട്. വെള്ളം കുടിക്കാനായിട്ട് വിലക്ക് വാങ്ങിയിട്ടുള്ള ഒരു കിണറും ഒക്കെ ഇതിൽ കാണാനായിട്ട് പറ്റും കേട്ടോ. നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ വീഡിയോയിൽ ക്ലിയർ ആണോ എന്ന് അറിയില്ല. എന്തായാലും ഇതാണ് കേട്ടോ, അത് ഈ ഒരു സ്ഥലമാണ്. ഓരോരോ സ്ഥലത്തിനും ഓരോരോ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മുഴുവനായിട്ടൊന്നും ഞാനൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം വീഡിയോ ഒരുപാടായി പോകും കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഈ സൂം ചെയ്ത് കാണിക്കുന്നതാണ് കേട്ടോ ഈ ഒരു കിണർ. ഇതിൽ നിന്നാണ് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ഇവിടെയാണ് വീടും ഒക്കെ കേട്ടോ. ഈ ഒരു തോട്ടം മൊത്തത്തിൽ ഒരുപാടുണ്ട് കേട്ടോ. കുറച്ചാണ്ട് ഇതാണ് കേട്ടോ ആ ഒരു മസ്റദ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, അതാണ് കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ പോന്നിട്ട് നെക്സ്റ്റ് നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ജൗഫ് മലയാണ് കേട്ടോ. നമ്മളിങ്ങനെ കാണില്ലേ, ഇത് ഞാൻ സൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന മലേൻ്റെ മുകളിലാണ് അവസാന നാൾ ദജ്ജാൽ ഇറങ്ങാന്നൊക്കെ നമ്മൾ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് ആ ജൗഫ് മല. അതൊക്കെ ഒരുപാട് ആളുകൾ കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. വ്ളോഗ് ഇനിയും ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കമൻറ്റിൽ ഉണ്ടായിട്ടുണ്ടായി കേട്ടോ. എല്ലാവർക്കും ഹാപ്പി ആയി കാണുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ പോന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് ഇതിൽ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ, ആഡ് ചെയ്തതാണ്. പിന്നെ ഈ ഒരു മല മുകളിൽ കാണുന്നത് ഒരു കൊട്ടാരമാണ് കേട്ടോ. മദീനയിലെ കൊട്ടാരം ഇവിടെയാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ അങ്ങനെ കുറച്ച് നടന്നതിന് ശേഷം ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ആണ് നമ്മൾ ലോകമെമ്പാടുള്ള ഖുർആൻ പ്രിൻറ്റിങ് പ്രസ്സാണ് കേട്ടോ നമ്മൾ കാണാൻ പോണത്. മെഷീനറി ഖുർആനൊക്കെ പ്രിൻറ്റ് ചെയ്ത് ഇതിൻ്റെ ഒരു മെഷീനറി വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ ലൈനായിട്ട് പോകണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ക്യൂവിൽ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ഓരോരുത്തരായിട്ട് പോവുകയാണ്. ഒരുപാട് കാണാനൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ പുതിയ ബുക്സൊക്കെ കിട്ടുമ്പോൾ ഉണ്ടാവുമല്ലോ നല്ലൊരു സ്മെല്ല്. അതേയൊക്കെ ഒരു ആ കമ്പനി ആ ഒരു പ്രസ്സിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടും കേട്ടോ. ഖുർആൻ ഓപ്പൺ ആക്കുമ്പോൾ ഉള്ള അതുപോലത്തെയൊക്കെ ഒരു ഫീലാണ് കേട്ടോ. നല്ലൊരു ഇതാണ് കേട്ടോ അത്. ഇതിൽ ഒരുപാട് മെഷീനറി വർക്കുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിലിങ്ങനെ പല ഖുർആൻ ഇങ്ങനെ ഇതിലിങ്ങനെ ഈ ഷോക്കേസുകളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. മാഷാ അല്ലാഹ്. ഇതിൻ്റെ മുമ്പൊന്നും നമ്മൾ ഈ ഒരു ഇതിൽ കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ ഈ 2-3 ദിവസത്തെ പാക്കേജിനൊക്കെ വരികയാണെങ്കിൽ ഇത് നമ്മൾ കണ്ടിട്ടില്ലേനു. ഇതിപ്പോൾ 5 ദിവസങ്ങൾ 2 ദിവസം തന്നെ മുഴുവനായിട്ട് നമ്മൾ മദീനയിൽ നിന്നതുകൊണ്ട് മാഷാ അല്ലാഹ് ഇതൊക്കെ കാണാനായിട്ട് പറ്റി, അൽഹംദുലില്ലാ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പം നമുക്ക് എല്ലാവർക്കും ഓരോ ഖുർആൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. റിദൂനും റൈസൂനൊക്കെ ഓൾക്ക് സ്കൂൾ മദ്രസക്ക് ചേർക്കുമ്പോഴല്ലേ കൊടുക്കാനായിട്ട് ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഓൾക്ക് ചെറിയ ഖുർആൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്കുള്ള ഖുർആൻ ഇതാണ് കേട്ടോ. അപ്പോൾ ഈ വൈറ്റ് കളറുള്ളത് മറ്റത് എനിക്ക് തന്നതാണ് കേട്ടോ. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ. അപ്പോൾ ഈ ഒരു ഖുർആൻ ഫസ്റ്റ് മദ്രസയിലേക്ക് ചേർക്കുമ്പോൾ 2 ആൾക്കും കൊടുത്തു വിടാമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ, ഇൻഷാ അല്ലാഹ്. പിന്നെ മസ്ജിദുൽ സബാനി അങ്ങനെ 7 പള്ളികൾ എന്നുള്ള അറിയപ്പെട്ടതിൽ ഇപ്പോൾ 1, 2, 3 ഒക്കെ ഉള്ളൂ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൽ സൽമാനുൽ ഫാരിസ് പറഞ്ഞിട്ടുള്ളൊരു പള്ളി, മസ്ജിദുൽ ഫത്തഹ്, പിന്നെ ചെറിയ പള്ളികളായപ്പോൾ 2 ഒക്കെ ആക്കി മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഹന്തക്ക് യുദ്ധം നടന്നത് ഇവിടെയാണ് കേട്ടോ. പിന്നെ ആ കിടങ്ങ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. നമ്മൾ ഇറങ്ങിയൊന്നും പോയിട്ടില്ല കേട്ടോ. ഇതിലിങ്ങനെ വണ്ടിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കിയതാണ് കേട്ടോ. ക്ലിയറായി കാണുന്നുണ്ടോ അറിയില്ല. പിന്നെ നമ്മൾ ഇത് സൂം ചെയ്ത് കാണിക്കുന്നതാണ് മസ്ജിദുൽ ഫാത്തിമ കേട്ടോ. ഫാത്തിമ ബീവിയുടെ പള്ളിയായിരുന്നു കേട്ടോ. ഇത് ചെറിയൊരു പള്ളിയാണ്. ഇതിൻ്റെ മെമ്പറും കാര്യങ്ങളൊക്കെ ഒരു കിബിലൊക്കെ ഒരു ചെറുതാണ് കേട്ടോ. ഇതിങ്ങനെ ഒരു കമ്പി വെച്ചിട്ട് അന്നത്തെ അതേ ഒരു ഇതിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ. മാഷാ അല്ലാഹ് അതൊക്കെ കാണാൻ തന്നെ വല്ലാത്തൊരു എന്താ. പിന്നെ നമ്മൾ ഇങ്ങനെ ഓരോരോ ഇതിലൊക്കെ ചരിത്രങ്ങളുണ്ട്. മൊത്തത്തിൽ ഞാനിനി പറഞ്ഞിട്ട് ബോറടിപ്പിക്കണില്ല. നമ്മൾ എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യാൻ കാര്യം നമുക്ക് ഇതൊക്കെ പിന്നെ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, വീഡിയോ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പോന്നിട്ടുണ്ട് കേട്ടോ. ഓരോ സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ ഞങ്ങൾ പോന്നുകൊണ്ടിരിക്കുകയാണ്.
പിന്നെ നമ്മൾ ഇന്നും കൂടിയും ഇവിടെ നിന്നിട്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് മക്കത്തേക്ക് പോകാൻ എത്തിയിട്ടുണ്ട്. മദീന വ്ളോഗ് തന്നെ 2-3 പാർട്ടാക്കി ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് പണ്ട് ട്രെയിൻ ഉണ്ടല്ലോ, ട്രെയിൻ ഉപയോഗിച്ചതാണ് കേട്ടോ. ഇതാണ് ട്രെയിന്, ഈ കാണുന്നതാണ് കേട്ടോ. പണ്ടത്തെ കാലത്ത് അറബികൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ട്രെയിനാണത്. നമ്മൾ മദീന ഹറമിൽ നിന്ന് സുബഹി നിസ്കരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ എല്ലാം കാണാനായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഇനി നമ്മൾ കാണാൻ പോണത് ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസിൻ്റെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹുവിൻ്റെ വീടും കിണറും ചെറിയൊരു പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അതാണിപ്പോൾ ഇത് ഈ കാണുന്നതാണ് കേട്ടോ. വീടിന് തൊട്ട് ചാരിയായിട്ട് തന്നെ ഒരു കിണറും കൂടി ഉണ്ട്, ഒരു പള്ളിയുണ്ട് കേട്ടോ നിസ്കരിക്കാൻ. ഈ ഒരു കാണുന്നത് ഇതൊക്കെ ഏകദേശം ഇങ്ങനെ പൊളിഞ്ഞ രൂപത്തിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസിൻ്റെ കോട്ടയാണ് കേട്ടോ ഇത് കാണുന്നത്. മാഷാ അല്ലാഹ്, അതൊക്കെ കാണാൻ വല്ലാത്തൊരു സംഭവം തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ പോകണ ഈ ഒരു കുന്നിൻ്റെ മുകളിലൊരു റൗണ്ട് പോലത്തെ ഒരു സംഭവം കാണട്ടോ. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അന്നത്തെ കാലത്ത് ശിക്ഷ നടപ്പാക്കിയ ഒരു സ്ഥലമാണ് എന്നാട്ടോ പറയണത്. നമ്മൾ കാണുന്നതാണ് കേട്ടോ, കുറച്ച് ദൂരെയാണ്. പിന്നെ ഈ ഒരു പച്ച ഷീറ്റ് കെട്ടിയിട്ടില്ലേ, അതിൻ്റെ അവിടെയുള്ള ഈന്തപ്പനൻ്റെ ഉള്ളിലുള്ള മണ്ണെടുത്തിട്ടാണ്, തോട്ടത്തിൻ്റെ ഉള്ളിലത്തെ മണ്ണെടുത്തിട്ട് പല ചികിത്സക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് അറിയില്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജനാസ കുളിപ്പിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള വെള്ളത്തിൻ്റെ കിണറാണ് ഇട്ടത്. ബിഅറു അർഷ് എന്നാണ് ഇതിന് പറയാം. ഇതൊക്കെ നമ്മൾ ഇറങ്ങാതെ തന്നെ കാണേണ്ടതാണ് കേട്ടോ, ഇറങ്ങിയിട്ടില്ല. പിന്നെ ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നട്ട് പിടിപ്പിച്ചിട്ടുള്ള 300 തൈകൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു മസ്റഅയാണ് ഇട്ടത്. ഈ തപ്പനത്തോട്ടം അജുവൻ്റെ ആണ് ഇട്ടത്. അജുവൻ്റെ അജുവ കഴിച്ചാലുള്ള പുണ്യങ്ങൾ പിന്നെ ഞാനിതിൽ വിശദീകരിക്കണില്ല. അജുവ ഏറ്റവും വലിയ ഈത്തപ്പഴത്തിൽ ഏറ്റവും വലിയ രാജാവ് അജുവയാണല്ലോ. അതിൻ്റേതായിട്ടുള്ള മഹത്വങ്ങൾ ആ അജുവക്ക് ഉണ്ട്. മാരിയത്തുൽ കുബ്തിയ എന്ന് പറഞ്ഞിട്ടുള്ള അവറുകൾ താമസിച്ചിട്ടുള്ള വീടാണ് കേട്ടോ ഈ കാണുന്നത്. ഇതും അജുവത്തോട്ടാണ് കേട്ടോ. ഇതൊക്കെ അതിലുള്ള ബാക്കി തന്നെയാണ്, ഒരുപാടുണ്ട് ഇതിലെ കാണാനായിട്ട്. അപ്പോൾ ഇതിലിങ്ങനെ റോഡ് സൈഡിലേക്ക് ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ അജുവയൊക്കെ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിന്. ഇനിയിപ്പോൾ കേടായി പോയതാണെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും ഇതിങ്ങനെ നല്ല നല്ല ഭംഗിയിട്ട് അവിടെയൊക്കെ കാണാൻ. അപ്പോൾ നമ്മൾ ഇങ്ങനെ താഴെ വീണിട്ടുള്ള 2 അജുവ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ഇറക്കിയതാണ് കേട്ടോ വെറുതെ. പിന്നെ അജുവൻ്റെ ഒരു ഷോറൂം ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അതിൽ നമ്മൾ കയറി നമുക്ക് ടേസ്റ്റ് നോക്കാനൊക്കെ തന്നിട്ടുണ്ടായിനി. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കോഫിയൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു കോഫിയൊക്കെ കുടിച്ചിട്ടുണ്ടായിനി. പല ഐറ്റംസും ഈത്തപ്പഴങ്ങൾ ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ടായിനി. അപ്പോൾ നല്ല നല്ല വൈബാണ് കേട്ടോ ഇവിടെയൊക്കെ കാണാൻ. തിന്ന ബിസ്മില്ലിക്കോ അങ്ങോട്ടുള്ള കൂടി പോയിണ്ടാവും. ഇതെന്താ ഇതിനെ കുരുലം അജുവ ഒരു മരുന്നാണ് കേട്ടോ. അജുവക്കാരക്ക അജുവനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഒരുപാട് പഠനങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് അവിടുന്ന് ഫ്രീ ആയിട്ട് കോഫി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള പോലെ ആവശ്യത്തിനുള്ളത് എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റിയാദിൽ നിന്ന് പോകുന്നതിന് ശേഷം നമുക്ക് ഇന്ത്യൻ്റെ ഫുഡ് കിട്ടിയിട്ടില്ല കേട്ടോ. നമ്മളെ സാധാരണ ചോറും പരിപ്പും ആ പാലക്ക ലീഫില്ലേ അതൊക്കെ വെച്ചിട്ടുള്ളൊരു കറി ഉണ്ടായിന്. മാഷാ അല്ലാ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ
മദീന ഹറമിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈവനിങ്ങിനെ അവിടേക്ക് പോകുള്ളൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തലേ ദിവസം മഗ്‌രിബിൻ്റെ സിലിണ്ടർ ടൈമിലാണ് നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാത്രിയിലെ വെളിച്ചവും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടത്. പകൽ വെളിച്ചത്തിൽ നമ്മൾ മദീന ഒന്ന് കാണാം, നമുക്ക് ഇവിടെ ദുആ ചെയ്യാം ഒക്കെ കരുതിയിട്ട് നമ്മൾ വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മദീന മുനവറയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മാഷാ അല്ലാഹ്. ഇനി നമ്മൾ വൈകുന്നേരത്തിന് പോകുള്ളൂ കേട്ടോ, റൂമിലേക്ക് ഉറങ്ങാനായിട്ട് നമ്മൾ പോകാമെന്ന് എഴുതിയിട്ട് എല്ലാവരും കൂടി പോന്നിട്ടുണ്ട് കേട്ടോ. രാത്രിയിൽ വേറൊരു ലുക്ക്, പകൽ വെളിച്ചത്തിൽ വല്ലാത്തൊരു വൈബ് തന്നെയാണ് കേട്ടോ ഇവിടെ. മാഷാ അല്ലാഹ് അടിപൊളിയായിട്ടുണ്ട്. പകൽ വെളിച്ചത്തിൽ വേറെ കാണാനായിട്ട് നല്ലൊരു രസം തന്നെയാണ് കേട്ടോ. പിന്നെ ഈ ഒരു അംബ്രല്ല ഇതുപോലെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ക്ലോസ് ആക്കുന്നത് നമ്മൾ വീഡിയോയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. മറ്റൊരു ടൈമിൽ ക്ലോസ് ആക്കുന്നതും അതുപോലെ തന്നെ ഓപ്പൺ ആക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മളിവിടെ ആദ്യം തന്നെ നമ്മൾ പള്ളിയിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ ഇവിടുത്തെ ഒരു ഷോപ്പിംഗ് മോളുണ്ട്, അറേബ്യൻ ഡ്രസ് ഐറ്റംസും കാര്യങ്ങളും പിന്നെ നമ്മൾ അറേബ്യൻ ഷവർമ്മ ഓർഡർ ചെയ്തിട്ടുണ്ടായി കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. പിന്നെ നമ്മൾ കുറച്ച് കോഫിയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിന്. കുറച്ച് നേരം നമ്മളിതൊക്കെ കുടിച്ച് ഇവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീടാണ് നമ്മൾ രാത്രിയിലാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങണത്. അപ്പോൾ നമ്മളെ കുഞ്ഞും റീതും കൂടിയിട്ട് ഷുർത്തീനൊക്കെ ഷെയ്ക്കാൻറ്റും സലാനൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ഈ ഒരു അംബ്രല്ലല്ലേ ഇത് ക്ലോസ് ചെയ്യാണ് കേട്ടോ ഈ ഒരു ടൈമിൽ. അപ്പോൾ നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, ഡിന്നർ കഴിക്കാൻ വേണ്ടി റൂമിലേക്ക് പോന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സംസൊക്കെ കുടിച്ച് നമ്മളെ റൂമിലേക്ക് പോവാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നടന്നിങ്ങനെ വരുമ്പോൾ തന്നെ ഒരു ഷോപ്പിംഗ് മോൾ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ഏറാൻ കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് വാങ്ങണം, ഉമ്രത്തുണിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഷോപ്പിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ഹിജാബും കാര്യങ്ങളൊക്കെ വാങ്ങാൻ എഴുതിയിട്ട് കയറിയതാണ്.
ഇത് വീതി കണ്ടി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് പാർട്ട് 3 മദീന വ്ളോഗ് ഇൻഷാല്ല നെക്സ്റ്റ് ഡേ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതുവരേക്കും എല്ലാവർക്കും ബായ്. على طول يطلع مع باب تاني هناك. باب ثاني. باب تاني روح سيارة حقه ما يروح مول. يعني سيارة وقف من هنا. ايه. مول الثاني 120 ريال. ഇത് عشان എന്നിട്ട് എന്നല്ലേ هو സത്യവാസന കാണും. കുഞ്ഞിന് തുറന്നില്ല വരെ തുറക്കാൻ പഠിച്ചിട്ട്